യേശു തങ്ങളുടെ അടുക്കൽ നിന്നും വിടവാങ്ങുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സ് കലങ്ങി. അവരെ ആശ്വസിപ്പിക്കുവാൻ പറഞ്ഞ വിടവാങ്ങൽ വചനങ്ങൾ നാം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു. യേശുവിൻ്റെ ഈ വചനങ്ങൾ നുറുങ്ങിയും കലങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൂടി ഏകദേശം 75,000 ചിന്തകളോളം കടന്നു പോകുന്നു എന്ന് പറയുന്നു. അതിൽ 75% ചിന്തകളും നെഗറ്റീവ് ചിന്തകളും 25% ചിന്തകൾ പോസിറ്റീവ് ചിന്തകളും ആണത്രേ. യേശു കർത്താവ് പറയുകയാണ്, ആകുല ചിന്തകളാൽ മനസ്സ് കലങ്ങാതിരിക്കാൻ മനസ്സിനെ നാം ഒന്ന് രൂപാന്തരപ്പെടുത്തിയാൽ മതി. നമ്മെ നയിക്കുന്നത് ദൈവവചനമായിരിക്കണം. ഇന്ന് മുഖാമുഖമായി നമുക്ക് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല, എന്നാൽ വചനത്തിൽ കൂടി നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും, ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയും. സോപ്പും വെള്ളവും ഉപയോഗിച്ച് വസ്ത്രം കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നാം ആത്മീയ ശുദ്ധിയും ശക്തിയും പ്രാപിക്കാൻ കഴിയും. ഒരു ദിവസം 1 മണിക്കൂർ നേരം നാം വചനം വായിക്കുവാനും ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുവാനും നന്ദി പറയുവാനും പ്രാർത്ഥിക്കുവാനും നാം സമയം വേർതിരിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 16-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. വചനത്തെ ഹൃദയത്തിൽ വിതച്ചാൽ അവർ ഏത് പ്രതിസന്ധികളിലും പാറ പോലെ ഉറച്ചു നിൽക്കും. നമ്മുടെ മനസ്സ് പ്രതികൂല സാഹചര്യം കലങ്ങേണ്ട എന്ന് യേശു തൻ്റെ വിടവാങ്ങൽ സന്ദർഭത്തിൽ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. അതിനുള്ള കാരണങ്ങളും യേശു പറയുന്നു. ആ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിവിടെ ചിന്തിക്കാം. 1, നമുക്ക് വേണ്ടി ഒരു മനോഹര സ്ഥലം കർത്താവ് ഒരുക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. ഈ ഭൂമി നമുക്ക് വാസയോഗ്യമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. ദിവസവും അസഹ്യമായ ചൂട്, കുറ്റകൃത്യങ്ങൾ, ആർക്കും ആരെയും കൊല്ലുവാൻ ഭയമില്ലാത്ത കാലം, കളവും ചതിവും വർദ്ധിക്കുന്ന കാലം, സ്നേഹമെന്ന വികാരം മരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ധാർമ്മികമായ അധപ്പതനങ്ങളുടെ കാലം. ഈ കാലഘട്ടത്തിൽ യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നു തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിലയേറിയ രത്നങ്ങൾ പതിച്ച നഗരം, അവിടെ രാത്രിയില്ല, സൂര്യനും ചന്ദ്രനും ഇല്ല. കർത്താവാണ് വിളക്ക്, കർത്താവിൻ്റെ തേജസ്സാണ് അവിടുത്തെ പ്രകാശം. അവിടെ ദുഃഖമില്ല, കണ്ണീരില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഈ നഗരത്തെക്കുറിച്ച് ഉള്ള വിവരണങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം നാം അനുഭവിക്കുന്ന സ്ഥലം, നമ്മുടെ കണ്ണീരിനെ ഒപ്പിയെടുക്കുന്ന സ്ഥലം, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എത്ര മനോഹരമായ സ്ഥലമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ഒരുങ്ങുന്നു. അതിനാൽ ഈ ലോകത്തിലെ പലവിധ ഭാരങ്ങളാൽ മനസ്സ് കലങ്ങേണ്ട എന്ന് യേശു പറയുന്നു. 2-ാമത്തെ പോയിന്റ് നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: വിളിക്കുമ്പോൾ ഉത്തരം നൽകുന്നവൻ കൂടെയുള്ളത് കൊണ്ട് മനസ്സ് കലങ്ങേണ്ട. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. 3-ാമത്തെ പോയിന്റ് ഇങ്ങനെ നാം കാണുന്നു: നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ സഹായകനായി പരിശുദ്ധാത്മാവിനെ അയക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റ് കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത് വചനം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ 14:26.
എന്നും നമ്മോടുകൂടെ ഇരിക്കാൻ, നമ്മെ വഴി നടത്താൻ, നമ്മെ ശക്തീകരിക്കാൻ യേശു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകിയിരിക്കുന്നതിനാൽ നാം കലങ്ങേണ്ട കാര്യമില്ല. 4ാമത് പോയിന്റ് നാം ഇങ്ങനെ കാണുന്നു: യേശു എപ്പോഴും ഇമ്മാനുവേലായി കൂടെയുള്ളതിനായി നാം കലങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാൻ സുവിശേഷം 14:18 വാക്യം. ഈ ലോകത്തിൽ ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് യേശു നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനാൽ നാം കലങ്ങേണ്ട കാര്യമില്ല. 5ാമത് പോയിന്റ് നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു: എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നതിനാൽ കലങ്ങേണ്ട, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യോഹന്നാൻ സുവിശേഷം 14:27 വാക്യം. ഈ ലോകം നമുക്ക് സമാധാനം തരില്ല. അത് യേശുവിൽ കൂടി മാത്രമേ സാധ്യമാകൂ. ജീവിതത്തിലെ സകല ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. യേശു വിടവാങ്ങിയെങ്കിലും ആ വചനങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തും, ശക്തി പകരും. അതിനാൽ ഈ ലോകത്തിലെ ദുഃഖങ്ങളൊന്നും സാരമില്ല. യേശുവിൻ്റെ വിടവാങ്ങൽ വചനങ്ങൾ ഉള്ളിൽ കൈക്കൊണ്ട് ദൈവ വാഗ്ദത്തത്തിനായി വിശുദ്ധിയോടെ കാത്തിരിക്കാം. പൗലോസ് അപ്പോസ്തലൻ്റെ വചനങ്ങളെ ധ്യാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുകയും. റോമാലേഖനം 12:1-2 വാക്യങ്ങൾ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com